Hi friends, once again welcome back to our class. In the previous class, we have discussed the 8th unit, the first part of 8th unit, that is writing for professional purposes, second part. And we had a detailed discussions about CVs, writing CVs, letters and emails. Now, in this session, I would like to provide some informations about writing summary, blogs, memos, and email etiquette. First of all, let me move into the first concept, that is writing summary. Actually, what is a summary? A summary is a shortened piece of a book, article, or other piece of writing. The summary presents the most important ideas in your own words without adding any of your ideas. Summarizing helps in understanding, organizing, and retaining ideas. This is what is summary. ഏതെങ്കിലും ഒരു ബുക്കിൻ്റെയോ ആർട്ടിക്കിളിൻ്റെയോ വേറെ ഏതെങ്കിലും ഒരു പീസ് ഓഫ് റൈറ്റിങ്ങിൻ്റെയോ എഴുത്തിൻ്റെ ഷോർട്ടൻഡ് ഫോമാണ്, ചുരുക്ക രൂപത്തിനെയാണ് നമ്മൾ സമ്മറി എന്ന് പറയുന്നത്. ഇത് സമ്മറി പ്രസൻസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് ഇൻ യുവർ ഓൺ വേർഡ്സ് വിതൗട്ട് ആഡിങ് എനി ഓഫ് യുവർ ഐഡിയാസ്. നിങ്ങളുടെ ഒരു ഐഡിയയും അതിലേക്ക് പുതിയതായിട്ട് ചേർക്കാൻ പാടില്ല. പക്ഷേ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിനെയെല്ലാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസിനൊക്കെ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സമ്മറൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അതിലുള്ള ഐഡിയാസിനെ നന്നായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിൻ്റേതായ ഓർഡറിൽ ക്രമീകരിച്ച് ഓർമ്മയിൽ നിലനിർത്താനും ഒക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനഫിറ്റ്. So, summary is a shortened piece of a book, article, or other piece of writing. Summary presents the most important ideas in your own words without adding any of your ideas. Right. Then what to do while summarizing? നമ്മൾ എന്താ ചെയ്യേണ്ടത് സമ്മറൈസ് ചെയ്യുമ്പോൾ? Remove the extra words and irrelevant examples. എക്സ്ട്രാ വേർഡ്സിനെയൊക്കെ റിമൂവ് ചെയ്ത് ഇറലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസിനെയൊക്കെ റിമൂവ് ചെയ്ത് ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ ദ മെയിൻ ഐഡിയാസ്, കോൺസെൻട്രേറ്റ് ഓൺ ദ ഇമ്പോർട്ടൻ്റ് ആൻഡ് മെയിൻ കോൺസെപ്റ്റ്. ഗിവ് ദ മെയിൻ ഐഡിയാസ് ആൻഡ് ക്രൂഷ്യൽ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. മെയിൻ ഐഡിയാസും അതിന് അത്യാവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് മാത്രം അതിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ട് സമ്മറൈസ് ചെയ്യുക. ആവശ്യമില്ലാത്ത ഇറലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും എക്സ്ട്രാ വേർഡ്സിനെയും ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. ദെൻ there are some steps, there are some procedures for summarizing. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു പുൾ ഔട്ട് മെയിൻ ഐഡിയാസ്. സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ മെയിൻ ഐഡിയാസ്, നമ്മൾ സമ്മറൈസ് ചെയ്യേണ്ട പോർഷൻ ഏതാണോ അതിൻ്റെ മെയിൻ ഐഡിയാസിനെ നമ്മൾ എടുക്കുക. പുൾ ഔട്ട് മെയിൻ ഐഡിയാസ്. ദെൻ അതിലുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് നോക്കുക. ഫോക്കസ് ഓൺ ദ കീ ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലുള്ള ക്രൂഷ്യൽ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഏതൊക്കെയാണെന്ന്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് അതിനെ യൂസ് ചെയ്യുക. യൂസ് കീ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. റൈറ്റ്. അതിനുശേഷം നമ്മൾ അതിലുള്ള ഐഡിയാസിനെ നോക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ലാർജർ ഐഡിയാസ്. ഒരുപാട് വലിയ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരിക. നമ്മുടേതായ വേർഡ്സിൽ അതിനെ ചെറുതാക്കി കൊണ്ടുവരിക. ദെൻ റൈറ്റ് ഓൺലി ടു കൺവേ ദ ജിസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങൾ കൺവേ ചെയ്യുക. ടേക്ക് നോട്ട്സ്. ആഫ്റ്റർ ദാറ്റ് ടേക്ക് നോട്ട്സ്. നോട്ട് നിങ്ങൾ ശരിയായിട്ട് എഴുതുക. ഇത്രയുമാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. പുൾ ഔട്ട് മെയിൻ ഐഡിയാസ്, ഫോക്കസ് ഓൺ കീ ഡീറ്റെയിൽസ്, യൂസ് കീ വേർഡ്സ് ആൻഡ് ഫ്രേസസ്,
break down larger ideas, write only to convey the gist, and take notes. Okay. Then how to start summarizing? നമ്മൾ എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യാൻ തുടങ്ങുന്നത്? First of all, you have to use selective underlining. Write the summary using only the most essential and relevant information. Go with the newspaper strategy. നിങ്ങൾക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള റെലവൻറ്റ് ഇൻഫർമേഷൻ മാത്രം യൂസ് ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ന്യൂസ് പേപ്പർ സ്ട്രാറ്റജിയിലേക്ക് പോയി നോക്കാം. ഐഡൻറ്റിഫൈ ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. എങ്ങനെയാണ് ന്യൂസ് പേപ്പർ സ്ട്രാറ്റജി ഉണ്ടാവുന്നത്? ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ എന്നീ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇറലവൻ്റ് ആയിട്ട് അതിനിടയിൽ നമ്മൾ എഴുതി വയ്ക്കുന്ന ഡീറ്റെയിൽസും ഐഡിയാസും ഒന്നും ആവശ്യമില്ല. ഇതിനെയാണ് ന്യൂസ് പേപ്പർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ സ്ട്രാറ്റജി യൂസ് ചെയ്യുക. അതെങ്ങനെയാണ്? ഐഡൻറ്റിഫൈ ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് എന്നുള്ള രീതിയിലാണ് പ്രധാനപ്പെട്ട ഐഡിയാസിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് സമ്മറൈസ് ചെയ്യുന്നത്. ദെൻ സമ്മറൈസ് ചെയ്യുമ്പോഴുള്ള എങ്ങനെ തുടങ്ങാം? നമുക്ക് ന്യൂസ് പേപ്പർ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്കിം ദ പാസേജ് ടു ബി സമ്മറൈസ്ഡ്. നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാനുള്ള പാസേജ് ഒന്ന് സ്കിം ചെയ്ത് വായിക്കുക, ഓടിച്ചിട്ട് വായിക്കുക. അങ്ങനെ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ടു ഡു ദിസ് യു ഹാവ് ടു റീഡ് ദ ടൈറ്റിൽ, look at any illustrations or diagrams, look if there are headings and subheadings, try to predict what the passage is about. Finally, identify the purpose of the passage. Is it to be persuade, inform or report? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി സ്കിം ചെയ്ത് വായിക്കേണ്ടത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ടൈറ്റിൽ വായിക്കണം. എന്തേലും ഡയഗ്രംസോ ഇല്ലസ്ട്രേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ദെൻ സബ് ഹെഡിങ്സോ ഹെഡിങ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ ആ പാസേജ് എന്തിനെക്കുറിച്ചായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ഫൈനലി ഐഡൻറ്റിഫൈ ദ പേർപ്പസ് ഓഫ് ദി പാസേജ്. ആ പാസേജിൻ്റെ പേർപ്പസ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈസ് ഇറ്റ് ടു പെർസ്വെയ്ഡ്, ഇൻഫോം ഓർ റിപ്പോർട്ട്? എന്തിനെങ്കിലും അഫക്റ്റ് ചെയ്യാനാണോ, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളതാണോ, ആരെങ്കിലും ഇൻഫോം ചെയ്യാനുള്ളതാണോ, എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുള്ളതാണോ? ഇങ്ങനെ അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ ദാറ്റ്, ആഫ്റ്റർ ദ സ്കിം റീഡിങ്, യു ഹാവ് ടു റീഡ് thorough and you have to read through the passage to be summarized. നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യേണ്ട പാസേജിനെ നന്നായിട്ട് വായിക്കുക. ഇഫ് ദർ ആർ വേർഡ്സ് ദാറ്റ് യു ഡോണ്ട് നോ, ട്രൈ ടു ഗസ് ദെയർ മീനിങ് ഫ്രം ദി കോണ്ടെക്സ്റ്റ്. നിങ്ങൾക്കറിയാത്ത വേർഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങൾ ഗസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കോണ്ടെക്സ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഗസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ മെയിൻ ഐഡിയാസ് ആർ. അങ്ങനെ നിങ്ങൾ പാസേജ് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിലെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഹൈലൈറ്റ് ദ കീവേഡ്സ് ആൻഡ് ഫ്രേസസ്. ലുക്ക് ഫോർ സൈൻ പോസ്റ്റ് വേർഡ്സ് ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ്, ഫൈനലി അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ അണ്ടർലൈൻ ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ദെൻ ഫൈനലി you have to draw a diagram or write a word outline of the main ideas. നിങ്ങൾ ഡയഗ്രാം വരച്ചിട്ടോ അല്ലെങ്കിൽ മെയിൻ ഐഡിയാസിൻ്റെ വേർഡ് ഔട്ട്ലൈൻ ഇട്ടിട്ടോ ഒക്കെ ഒരു രൂപരേഖ ഉണ്ടാക്കി വെക്കുക, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഡയഗ്രാംസ് തന്നെ നമുക്ക് പല വിധത്തിലുണ്ട്. ഡയഗ്രാംസ് ക്യാൻ ബി സ്പൈഡർ ഡയഗ്രാം ഓർ മൈൻഡ് മാപ്പ്, നെറ്റ്വർക്ക് ഓർ ട്രീ ഡയഗ്രാം ഓർ ഹൈറാർക്കിക്കൽ ഡയഗ്രാം, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടേബിൾ, ഫ്ലോ ചാർട്ട്, ചെയിൻ ഓഫ് ഈവൻറ്റ്സ് ഡയഗ്രാം. ഇങ്ങനെ ഒത്തിരി കാറ്റഗറീസ് ഓഫ് ഡയഗ്രാംസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന്, ഏതാണോ നിങ്ങൾ സമ്മറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാരഗ്രാഫിനോ പാസേജിനോ ഒക്കെ സ്യൂട്ടായിട്ട് തോന്നുന്നത്, അങ്ങനെ സ്യൂട്ടബിളായ ഡയഗ്രാം വരയ്ക്കുക. മെയിൻ ഐഡിയാസിനെ വെച്ചിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക. മെയിൻ ഐഡിയാസിൻ്റെ കീ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ളതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ.
ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നന്നായിട്ട് ഒരു പാസേജിനെയോ ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെയോ ഏതെങ്കിലും കോണ്ടെക്സ്റ്റിനെയോ ഒക്കെ സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ്. അപ്പോൾ ആക്ച്വലി സമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷോർട്ടൻഡ് പീസ് ഓഫ് എ ബുക്ക്, ആർട്ടിക്കിൾ ഓർ അതർ പീസ് ഓഫ് റൈറ്റിംഗ്. സമ്മറി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസിനെ മാത്രമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതും നിങ്ങളുടേതായ വേർഡ്സിൽ, വിതൗട്ട് ആഡിങ് എനി ഓഫ് യുവർ ഐഡിയാസ്. നിങ്ങളുടേതായ പുതിയ ഐഡിയാസ് ഒന്നും നിങ്ങൾ അതിലിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ, യുവർ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഐഡിയാസിനെ എല്ലാം ഷോർട്ടൻഡ് ആയിട്ട് സമ്മറൈസ് ചെയ്തിട്ട് വെക്കാം എന്നാണ് പറയുന്നത്. ദിസ് ഈസ് അബൌട്ട് summary, writing summary. And I hope that all of you get a clear idea about writing summary. Let me move into the next topic, that is writing memos. Actually, what is the term memo and when do you send memos? എപ്പോഴാണ് നമ്മളിത് സെൻഡ് ചെയ്യുന്നത്? എന്താണ് മെമ്മോ എന്ന് പറയുന്നത്? Listen, memos are business communications within an organization or a department. They are meant to inform or influence or persuade. They communicate to satisfy the needs of the reader and the purpose of the writer. എന്താണ് മെമ്മോ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷനിലോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയാണ് മെമ്മോസ് യൂസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻസ് കൊടുക്കാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒക്കെയാണ് മെമ്മോസ് എഴുതുന്നത്. റീഡറിൻ്റെ നീഡ്സും റൈറ്ററിൻ്റെ പേർപ്പസുമെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് മെമ്മോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മെമ്മോ എഴുതുന്നത് ഏറ്റവും മോസ്റ്റ് ഇഫക്റ്റീവ് ആവുന്ന സിറ്റുവേഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. When you want to convey information to a group, message can be changed in the company policies, employees' benefits, notices of meetings, special outings, companies' events, announcements of new appointments, promotions or transfers, reminders to employees or general statements on the status of a company. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മെമ്മോ ആണ് ഏറ്റവും സ്യൂട്ടായിട്ട് മാറുന്നത്. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ, ഒരു ഗ്രൂപ്പിന് ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ, കമ്പനിയുടെ പോളിസീസ് ചേഞ്ച് ചെയ്യുമ്പോൾ, വർക്കേഴ്സിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി, മീറ്റിങ്സിൻ്റെയും സ്പെഷ്യൽ ഔട്ടിങ്സിൻ്റെയും ഒക്കെ കമ്പനികളുടെ പരിപാടികളുടെയൊക്കെ നോട്ടീസിന് വേണ്ടി, പുതിയ ജോലിക്കാരുടെ അപ്പോയിൻമെൻറ്റ്സ്, അവരുടെ പ്രൊമോഷൻസ്, ട്രാൻസ്ഫേഴ്സ്, ഇതിനൊക്കെ വേണ്ടി, പിന്നെ കമ്പനിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസിനെ പറ്റി അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി, ഇതൊക്കെ നമുക്ക് മെമ്മോയിൽ കൂടെ അറിയിക്കാൻ പറ്റും. പിന്നെ മെമ്മോ ഇഫക്റ്റീവ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് ടു സെൻഡ് റെഗുലർ റിപ്പോർട്ട്സ് ടു സം പീപ്പിൾ. ചില ആളുകൾക്ക് റെഗുലറായിട്ട് റിപ്പോർട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെമ്മോ അയക്കാം. ദെൻ ടു ഗിവ് പീപ്പിൾ സമ്മറൈസ്ഡ് റിസൾട്ട്സ് ഓഫ് റിസർച്ച്, new ideas presented at conferences, meetings and other professional gatherings. റിസർച്ചിൻ്റെയൊക്കെ സമ്മറീസും കോൺഫറൻസുകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഐഡിയാസ് ആളുകളെ അറിയിക്കാനൊക്കെ നമുക്ക് മെമ്മോ യൂസ് ചെയ്യാം. പിന്നെ ടു സെൻഡ് കൺഗ്രാജുലേഷൻസ്, അക്നോളജ്മെൻറ്റ് ഓഫ് ഗുഡ് വർക്ക്, കണ്ടോളൻസസ്, അനൗൺസ്മെൻറ്റ്സ് ഓഫ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് എൻകറേജ്മെൻറ്റ്. ആളുകളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, അവരെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ, പേഴ്സണൽ ഇൻട്രസ്റ്റ്, പേഴ്സണൽ അനൗൺസ്മെൻറ്റ്, കണ്ടോളൻസ് ഒക്കെ മറ്റുള്ള ആളുകളെ അറിയിക്കാൻ നമുക്ക് മെമ്മോ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മെമ്മോ യൂസ് ചെയ്യാവുന്ന മറ്റൊരു സിറ്റുവേഷനാണ് മിഡിൽ ആൻഡ് ടോപ്പ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് സെൻഡ് മെമ്മോസ് ടു ദെയർ സ്റ്റാഫ് ടു അവേക്കൻ ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ്. മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് അവരുടെ സ്റ്റാഫിന് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ ഐഡിയാസ്, ക്രിയേറ്റിവിറ്റിയൊക്കെ അവേക്കൻ ചെയ്യാനുമൊക്കെ മെമ്മോയിലൂടെ ആണ് ആവശ്യപ്പെടാറുള്ളത്. ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ മെമ്മോ മോസ്റ്റ് ഇഫക്റ്റീവാണ്. ഓക്കെ, ദെൻ മെമ്മോ സെൻഡ് ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻസും ഉണ്ട്.
അതേതൊക്കെയാണ്? വെൻ പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ സെർവ്സ് ബെറ്റർ. നമുക്ക് ഫീൽ ചെയ്യാണ് ഒരാൾ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഒരാൾക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ മെമ്മോ നമ്മളവിടെ സെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെയോ, വെൻ ദർ ഇസ് നത്തിങ് പെർട്ടിനൻറ്റ് ടു സേ. കാര്യമായിട്ടൊന്നും പറയാനില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മെമ്മോ വേണ്ട. വെൻ യുവർ ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. നിങ്ങളുടെ ഇമോഷൻസ് വളരെ ഹൈ ലെവലിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ മെമ്മോ ചെയ്യേണ്ട ആവശ്യമില്ല. വെൻ യു ഹാവ് മോർ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ്. അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഡ്യൂട്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ളപ്പോൾ മെമ്മോ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെൻ ബ്രോഡ് ബേസ്ഡ് ക്രിറ്റിസിസം ഈസ് അൺവാറൻറ്റഡ്. വലിയ തരത്തിലുള്ള ക്രിറ്റിസിസം ആവശ്യമല്ലാത്ത, അത് ചെയ്യൽ ശരിയല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മെമ്മോ ചെയ്യൽ ആവശ്യമില്ല. വെൻ ദ ടൈം ഓഫ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഇസ് റോങ്. പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ മെമ്മോ നിങ്ങൾ സെൻഡ് ചെയ്യാൻ പാടില്ല. ഇത്രയും സിറ്റുവേഷൻസിലൊക്കെ മെമ്മോ നിങ്ങൾ സെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഏറ്റവും സ്യൂട്ടബിളായ രീതി. ഓക്കെ, ഇനി മെമ്മോയും നിങ്ങളുടെ കരിയറും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? യുനോ, എമംഗ് ഓൾ ഫോംസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, മെമ്മോസ് റിവീൽ യുവർ പേഴ്സണാലിറ്റി ബെസ്റ്റ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏറ്റവും നല്ലതുപോലെ റിവീൽ ചെയ്യാൻ പറ്റുന്നത് മെമ്മോയിൽ കൂടെയാണ്. ഓൺലി ടെലിഫോൺ ആൻഡ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇസ് മോർ റിവീലിംഗ്. ടെലിഫോണിലൂടെയും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയെ റിവീൽ ചെയ്യാൻ പറ്റും. എങ്കിൽ കൂടെയും മെമ്മോയിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റി നന്നായിട്ട് റിവീൽ ചെയ്യാൻ പറ്റും. മെമ്മോ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ റിവീൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, മെമ്മോ എന്ന് പറയുന്നത്, മെമ്മോ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ കരിയറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, മെമ്മോ ഷോസ് യുവർ സ്കിൽസ് അറ്റ് പുട്ടിങ് യുവർ തോട്ട്സ് ഇൻ റൈറ്റിംഗ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ റൈറ്റിങ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റി മെമ്മോ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. And it will show your ability at facilitating communication between you and others in the organization. ഒരു ഓർഗനൈസേഷനിലുള്ള മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്ന് ഈ മെമ്മോ കാണിക്കും. And it will reveal that what kind of a person you are എന്നുള്ളതും ഒരു മെമ്മോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. Then by learning to write effective memos, you can become a great communicator, build a reputation as an expert. You will become an information manager and you can protect yourself politically. നിങ്ങൾ നല്ല മെമ്മോസ് എഴുതാൻ പഠിക്കുന്നതിലൂടെ, ഇഫക്റ്റീവായ മെമ്മോസ് എഴുതാൻ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ ആവാൻ സാധിക്കും. ഒരു എക്സ്പേർട്ട്, മെമ്മോ എക്സ്പേർട്ട് എന്ന രീതിയിലുള്ള നിങ്ങളുടെ റെപ്യൂട്ടേഷൻ കൂട്ടാൻ വേണ്ടി സാധിക്കും. അതേപോലെ മെമ്മോ എല്ലാതരം ഇൻഫർമേഷൻസും കൊടുക്കാൻ പറ്റുന്നതാണ്. ദെൻ മെമ്മോ നിങ്ങളെ വളരെ പൊളിറ്റിക്കലി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് റൈറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ ദർ ആർ 3 സ്റ്റെപ്സ് ഇൻ മെമ്മോ റൈറ്റിംഗ്. മെമ്മോ റൈറ്റ് ചെയ്യാൻ 3 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ, ഡിറ്റർമൈനിങ് ദ പേർപ്പസ്, ടോപ്പിക് ആൻഡ് റീഡേഴ്സ് നീഡ്സ്. നിങ്ങൾ മെമ്മോ എഴുതാൻ പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ പേർപ്പസും ടോപ്പിക്കും റീഡേഴ്സിൻ്റെ നീഡ്സിനെയും ഒക്കെ ഡിറ്റർമിൻ ചെയ്യണം എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ഓർഗനൈസിങ് ആൻഡ് റൈറ്റിംഗ്. നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്തതെല്ലാം ഓർഗനൈസ് ചെയ്യണം. ആൻഡ് ദെൻ യു ഹാവ് ടു റൈറ്റ്. ലാസ്റ്റ് വൺ, റിവൈസിങ് ദ മെമ്മോ. നിങ്ങളെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് റിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദീസ് ആർ 3 സ്റ്റെപ്സ് ഇൻ മെമ്മോ റൈറ്റിംഗ്. ദെൻ നിങ്ങൾ എഴുതുന്ന എല്ലാ മെമ്മോസും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിരിക്കണം. 4 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങളുടെ മെമ്മോയിൽ ഉണ്ടായിരിക്കണം. റൈറ്റ്, ഏതൊക്കെയാണ് 4 ക്വസ്റ്റ്യൻസ്? വാട്ട് ഈസ് ദ പേർപ്പസ് ആൻഡ് വൈ ആം ഐ റൈറ്റിംഗ് ഇറ്റ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് എൻ്റെ പേർപ്പസ്? എന്തിനാണ് ഞാനിത് എഴുതുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഹു ഇസ് ദ ഓഡിയൻസ് ഐ വോണ്ട് ടു ഇൻഫോം ഓർ ഇൻഫ്ലുവൻസ്? ഞാൻ ആരെയാണ് ഈ വിവരം അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി, ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെമ്മോ എഴുതുന്നത്? ഹു ഈസ് ദ ഓഡിയൻസ്? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ മെസ്സേജ്
mean to them? ഈ ഒരു മെസ്സേജിന് അവർക്ക് എന്ത് മീനിങ്, എന്തർത്ഥമാണുള്ളത്? ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആക്ഷൻ ഓർ റെസ്പോൺസ് ഡു ഐ വോണ്ട് ഫ്രം ദീസ് റീഡേഴ്സ്? എന്ത് റെസ്പോൺസാണ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് ഞാൻ ഈ റീഡേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ടായിരിക്കണം ഏതൊരു മെമ്മോയിലും. ഏതൊക്കെയാണ് 4 ക്വസ്റ്റ്യൻസ്? വാട്ട് ഈസ് ദ പേർപ്പസ് ആൻഡ് വൈ ആം ഐ റൈറ്റിംഗ് ഇറ്റ്? Who is the audience I want to inform or influence? What does the message mean to them? And what action or response do I want from these readers? ഇതാണ് 4 ക്വസ്റ്റ്യൻസ്. ഈ 4 ക്വസ്റ്റ്യൻസിനും ആൻസർ ഉണ്ടായിരിക്കണം ഒരു നല്ല മെമ്മോയിൽ. ആൻഡ് മെമ്മോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഓർ എ ഡിപ്പാർട്ട്മെൻറ്റ്. റൈറ്റ്. So this is all about writing a memo. I believe that all these concepts are very clear to you. Now let me move into the next topic, that is writing blogs. ബ്ലോഗ്സിനെ കുറിച്ചൊന്നും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾക്ക് മോസ്റ്റ് ഓഫ് അസ് ബ്ലോഗ്സ് നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കും. നമ്മളെല്ലാവരും ബ്ലോഗ് ചെയ്യുന്നവരായിരിക്കും. ആൻഡ് ടെക്നിക്കലി ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ളവരായിരിക്കും. ബട്ട് യു നോ, ഇൻ അവർ സിലബസ് വി ഹാവ് ടു സ്റ്റഡി ദിസ്. ഓക്കെ. സോ ബ്ലോഗ് എന്ന വേർഡ് എവിടെ നിന്ന് വന്നതാണ്? യു നോ, ദ വേർഡ് ബ്ലോഗ് ഇസ് ഷോർട്ട് ഫോർ വെബ്ലോഗ്. വെബ്ലോഗ് എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് ബ്ലോഗ്. ഓക്കെ. യു നോ, ഇറ്റ്സ് ആൻ ഔട്ട്ലൈൻ ആൻഡ് ഓൺലൈൻ വേർഷൻ ഓഫ് എ ജേർണൽ. ഒരു ജേർണലിൻ്റെ ഓൺലൈൻ വേർഷനാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്, എല്ലാം ഓൺലൈൻ മോഡിലാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ മോഡിലാണ് നടക്കുന്നത്. ലൈക്ക് വൈസ് ഒരു ജേർണലിൻ്റെ ഓൺലൈൻ വേർഷനാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ദ മെയിൻ ഐഡിയ ഓഫ് ബ്ലോഗ്സ് ഇസ് ടു ഷെയർ യുവർ തോട്ട്സ് വിത്ത് റീഡേഴ്സ്. ബ്ലോഗിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾ ആരാണോ ബ്ലോഗ് എഴുതുന്നത് ആളിൻ്റെ തോട്ട്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് യു ആർ ന്യൂ ടു ബ്ലോഗിംഗ്, സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ടെക്സ്റ്റ് എൻട്രീസ് ലൈക്ക് എ റിവ്യൂ ഓഫ് എ ബുക്ക് യു റെഡ് ഓർ കമൻട്രി ഓൺ എ മൂവി യു സോ or a funny account of your small sister's birthday party. നിങ്ങളിപ്പോൾ ബ്ലോഗിങ്ങിൽ ഫസ്റ്റ് ആണെങ്കിൽ, ആദ്യമായിട്ട് എഴുതുവാണെങ്കിൽ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾ വായിച്ച ഒരു ബുക്കിൻ്റെ റിവ്യൂ, കണ്ട ഏതെങ്കിലും ഒരു മൂവിയുടെ കമൻട്രി, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ സ്മോൾ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ പാർട്ടിയെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്യാം. The main visitors to your blog will be those whom you have sent your blog address. നേച്ചുറലി നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗ് അഡ്രസ്സ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആളുകളാവും നിങ്ങളുടെ ബ്ലോഗ് വിസിറ്റ് ചെയ്യുക. എന്നാൽ മേ ബി അതേഴ്സ് ഓൾസോ മൈറ്റ് സീ ഇറ്റ് ബൈ ചാൻസ് ആയിട്ട് മറ്റുള്ള ആളുകൾക്കും അത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ആസ് ഐ ടോൾഡ് ബിഫോർ, നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. സോ നമുക്കറിയാം, ബ്ലോഗ് ചെയ്യുന്നവരും നമ്മളിൽ കൂടുതൽ പേരും ബ്ലോഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ബ്ലോഗ് ചെയ്യാൻ the most popular hosts and websites are there: wordpress.com, blogger.com, livejournal.com, myspace.com. ഇങ്ങനെയുള്ള കുറേ സൈറ്റ്സ് ഉണ്ട്. blogger.com, christianblogger.com, sportsblognet.com, ning.com. ഇങ്ങനെയുള്ള കുറേ സൈറ്റ്സും ഹോസ്റ്റും എല്ലാം നമുക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാണാൻ പറ്റുന്നതാണ്. റൈറ്റ്. പിന്നെ ബ്ലോഗ്സുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള കുറേ ടെർമിനോളജി ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. RSS, റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് RSS. പോഡ്കാസ്റ്റ്,
ഫ്ലിക്കർ എന്ന് പറഞ്ഞാൽ എന്താ? an ഓൺലൈൻ ഫോട്ടോ സ്റ്റോറേജ് സൈറ്റ്. ഫ്ലിക്കർ. പിങ് മീൻസ് പാക്കറ്റ് ഇൻ്റർനെറ്റ് ഗ്രൂപ്പർ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് പിങ്. ദെൻ ഡാഷ്ബോർഡ്, ടെക്നോറാറ്റി, സെർച്ച് എൻജിൻ, ഗസ്ബുക്ക്. SEO stands for search engine optimization. Okay, and page rank എന്ന് പറഞ്ഞാൽ എ മെഷർമെൻറ്റ് ഓഫ് വേർ എ ബ്ലോഗ് ഓർ വെബ്സൈറ്റ് ഷോസ് അപ്പ് ഇൻ ദ സെർച്ച് എൻജിനിൽ എവിടെയാണ് ഒരു വേർബ് മെഷർമെൻ്റ് ഉള്ളത് എന്ന് കാണിക്കുന്നതാണ് വേർബ് റാങ്ക്. പേജ് റാങ്ക്. സോ ഇങ്ങനെ ടെക്നിക്കൽ ടേംസ് ഒരുപാട് ബ്ലോഗ്സുമായി റിലേറ്റഡ് ആയിട്ടുണ്ട്. And you have to understand it from your textbook. Read and understand it very well. Then, before you start to write a blog or to make a blog, you have to understand the opportunity. Blogging will get your words out to the world. It brings like-minded people everywhere together. ബ്ലോഗിങ് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ വേർഡ്സിനെ ഔട്ട് ഓഫ് ദി വേൾഡ്, പുറം ലോകത്തേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ വാക്കുകളെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന തോട്ട്സ് ഉള്ള അതേപോലെ സമാന ചിന്താഗതിക്കാരായ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ്. ഇറ്റ് ബ്രിങ്സ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ എവ്രിവെയർ ടുഗെദർ. ലോകത്തിലെവിടെയും നിങ്ങൾ ഷെയർ ചെയ്ത അതേപോലെയുള്ള ചിന്താഗതിക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാനുള്ളൊരു സ്പേസാണത്. ദെൻ ദ ചാലഞ്ച്. ഇതിൻ്റെ ചാലഞ്ച് എന്താണ്? ദ വേൾഡ് ഈസ് ബ്ലോഗിങ് വെരി ഫാസ്റ്റ്. മേക്ക് യുവർ ബ്ലോഗ് ഇൻട്രസ്റ്റിംഗ് സോ ദാറ്റ് മോർ ആൻഡ് മോർ പീപ്പിൾ റീഡ് ദം. ഈ നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലോഗ്സ് വളരെ നല്ല ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആൾക്കാരത് വായിക്കുകയുള്ളൂ. കാരണം കയ്യിൽ നിറയെ ബ്ലോഗ്സാണിപ്പോൾ. പിന്നെ ഇതിൻ്റെ ഒരു ലോങ് ടേം ഗോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് വെരി പൊട്ടൻറ്റ് മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ടൂൾ. ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ടൂളാണ്. വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഇതിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, വൺസ് യു പോസ്റ്റ് സംതിങ് ഓൺ ദി ഇൻ്റർനെറ്റ് ഇറ്റ് ബിക്കംസ് പബ്ലിക് പ്രോപ്പർട്ടി. ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പബ്ലിക് പ്രോപ്പർട്ടി, റൈറ്റ്? ഇനി ബ്ലോഗ് ചെയ്യുമ്പോൾ സക്സീഡ് ആവാൻ എന്തൊക്കെ ഫോർമുലാസ് ഉണ്ട്? ഫോർമുല ടു സക്സീഡ് ഇൻ ബ്ലോഗിങ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? റൈറ്റ് ഇൻ ഗുഡ് സ്റ്റൈൽ അബൌട്ട് ദ കണ്ടംപററി ഹോട്ട് ടോപ്പിക്സ്. കണ്ടംപററി ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിനെ കുറിച്ച് നല്ല സ്റ്റൈലായിട്ടൊക്കെ എഴുതണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലോഗിങ്ങിൽ സക്സീഡ് ചെയ്യാൻ പറ്റും. പിന്നെ യു ഹാവ് ടു കൺസിഡർ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ റീഡേഴ്സ് ആൻഡ് തിങ്ക് ഓഫ് ദ ബെസ്റ്റ് വേസ് ടു റീച്ച് ദം. ദെൻ മേക്ക് യുവർ ബ്ലോഗ് ആസ് ആൻ ഓൺഗോയിങ് ഡയലോഗ് വിത്ത് യുവർ ഓഡിയൻസ്. ദെൻ ഇൻവൈറ്റ് അതേഴ്സ് ടു ജോയിൻ യുവർ ബ്ലോഗ്. പിന്നെന്താ ചെയ്യാൻ പറ്റും? ലെറ്റ് യുവർ ബ്ലോഗ്സ് ബി ഇൻട്രസ്റ്റിംഗ് സോ ദാറ്റ് പീപ്പിൾ കം ബാക്ക് ടു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആളുകൾ പിന്നെയും നിങ്ങളുടെ ബ്ലോഗ് അന്വേഷിച്ച് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ഇനഫ് ഫോർ റൈറ്റിംഗ് ബ്ലോഗ്സ്. ഓക്കെ, നെക്സ്റ്റ് let me move into the next topic, that is etiquette or netiquette in writing. In addition to checking spelling, grammar and punctuation, some additional guidelines are recommended to convey a positive image when communicating via email. ഇമെയിൽ ത്രൂ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒരു പോസിറ്റീവ് ഇമേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ചില എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇമെയിൽ എറ്റിക്കറ്റിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? യൂസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ പേഴ്സണൽ ആൻഡ് ബിസിനസ് ഇമെയിൽസ്. ദെൻ ഡോണ്ട് സെൻഡ് പേഴ്സണൽ ഇമെയിൽസ് ടു ദ വർക്ക് അഡ്രസ് ഓർ യുവർ കോളേജസ്, your colleagues, friends and family members.
അവർക്കൊന്നും നിങ്ങളുടെ കൊളീഗ്സിന്, നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊന്നും വർക്ക് അഡ്രസ്സിൽ നിങ്ങൾ മെയിൽ അയക്കാൻ പാടില്ല. ദെൻ ചെക്ക് ഇമെയിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡേ. റിപ്ലൈ ടു ഇമെയിൽ മെസ്സേജസ് വിതിൻ 24 hours. Include subject line. Avoid the use of emoticons in business letters. Avoid using all capital letter messages as this is equal to shouting. ഷൗട്ടിങ്ങിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റർ മെസ്സേജസ് ഒക്കെ ഒഴിവാക്കുക. ഇഫ് യു ആർ റൈറ്റിംഗ് ടു വൺ പേഴ്സൺ, അഡ്രസ് ഹിം ഓർ ഹെർ ബൈ നെയിം. ഒരാൾക്ക് അയക്കുവാണെങ്കിൽ അവരെ നെയിമിൽ അഡ്രസ്സ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ഫോർ എ ഗ്രൂപ്പ്, സിംപ്ലി സേ ഗ്രീറ്റിംഗ്സ്. ഓക്കെ. ദെൻ കീപ് മെസ്സേജസ് ഷോർട്ട്. യൂസ് കൊട്ടേഷൻ മാർക്സ് വെൻ കോട്ടിംഗ് എക്സ്പേർട്ടായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെയൊക്കെ നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യുക. സെൻഡ് അറ്റാച്ച്മെൻറ്റ്സ് ഓൺലി വിത്ത് ദ റിസീവേഴ്സ് പെർമിഷൻ. റിസീവറിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം അറ്റാച്ച്മെൻറ്റ് സെൻഡ് ചെയ്യുക. തിങ്ക് കെയർഫുള്ളി ബിഫോർ ഫോർവേഡിംഗ് ദ മെസ്സേജ്. യൂസ് ദ റിപ്ലൈ ഓൾ ബട്ടൺ വിത്ത് ഡിസ്ക്രീഷൻ. റിപ്ലൈ ഓൾ ബട്ടൺ നല്ല സൂക്ഷ്മതയോട് കൂടിയിട്ട് യൂസ് ചെയ്യുക. ദെൻ അവോയ്ഡ് ഇൻക്ലൂഡിങ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. രഹസ്യമായ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഡോണ്ട് സെൻഡ് ന്യൂസ് ലെറ്റേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് അനൗൺസ്മെൻറ്റ്സ് വിതൗട്ട് ദ റെസിപ്പിയൻസ് പെർമിഷൻ. യൂസ് ദ ഔട്ട് ഓഫ് ഓഫീസ് ഫീച്ചർ. ഔട്ട് ഓഫ് ഓഫീസ് എന്ന ഫീച്ചർ എന്തിന് യൂസ് ചെയ്യുക? ടു നോട്ടിഫൈ അതേഴ്സ് ഓഫ് പ്ലാൻഡ് ആബ്സെൻസ് ഫ്രം ദ ഓഫീസ്. നിങ്ങൾ സ്ഥലത്തില്ലാത്തപ്പോൾ മാത്രം ഔട്ട് ഓഫ് ഓഫീസ് ഫീച്ചർ യൂസ് ചെയ്തിട്ട് മറ്റുള്ളവരെ വിവരങ്ങളൊക്കെ അറിയിക്കുക. ഇൻക്ലൂഡ് സിഗ്നേച്ചർ ഇൻ യുവർ ഇമെയിൽസ്. ഡോണ്ട് ഫൊഗറ്റ് ടു ഇൻക്ലൂഡ് അറ്റാച്ച്മെൻറ്റ്സ് ഇഫ് യു ഇൻറ്റൻറ്റ് ടു സെൻഡ് ദം. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അറ്റാച്ച്മെൻറ്റ് സെൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കാതെ തന്നെ സെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ അതിന് നമ്മുടെ ഇമെയിൽ ഇറ്റിക്കറ്റ് നന്നായിട്ട് വർക്കൗട്ട് ആവാനുള്ള എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് ഫാക്സ് ട്രാൻസ്മിഷൻസിലേക്ക് പോയി നോക്കിയാൽ, ഫാക്സസ് ആർ യൂസ്ഫുൾ ഇൻ സർട്ടൈൻ സിറ്റുവേഷൻസ് ലൈക്ക് സെൻഡിങ് കോപ്പീസ് ഓഫ് ഡ്രോയിങ്സ് ഓർ ഡ്രാഫ്റ്റ്സ് ഓഫ് ബ്രോഷേഴ്സ്. ഡ്രോയിങ്സിൻ്റെയും ബ്രോഷേഴ്സിൻ്റെയും ഒക്കെ കോപ്പീസ് സെൻഡ് ചെയ്യാൻ വേണ്ടി ഫാക്സ് വളരെ യൂസ്ഫുള്ളാണ്. ഫാക്സ് സെൻഡ് ചെയ്യുമ്പോൾ, ഫാക്സ് കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. കീപ്പ് ഇറ്റ് ഷോർട്ട്. ഇൻക്ലൂഡ് എ കവർ ഷീറ്റ് വിത്ത് നെയിം, ടെലിഫോൺ നമ്പർ, ഫാക്സ് നമ്പർ, ഡേറ്റ് ആൻഡ് നമ്പർ ഓഫ് പേജസ്. സെൻഡ് ക്ലിയർ കോപ്പീസ് ഓൺ വൈറ്റ് പേപ്പർ. അവോയ്ഡ് സെൻഡിങ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. പിന്നെ എക്സ്ട്രീം ആണെങ്കിൽ, ഇൻ എക്സ്ട്രീം കേസസ് ഇഫ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ സെൻഡ് ഇറ്റ് മാർക്ക്ഡ് കോൺഫിഡൻഷ്യൽ എന്ന് മാർക്ക് ചെയ്തിട്ട് അയയ്ക്കുക. ഇൻഫോം ദ സെൻറ്റർ വെൻ ദ ഫാക്സ് ഇസ് റിസീവ്ഡ്. എപ്പോഴാണത് കിട്ടുന്നത് അല്ലെങ്കിൽ അത് കിട്ടി എന്നുള്ള വിവരം സെൻറ്ററിനെ അറിയിക്കുക. ദെൻ കീപ്പ് എ കോപ്പി ഓഫ് ഫാക്സ് ട്രാൻസ്മിഷൻസ്. ഒരു കോപ്പി നമ്മൾ കയ്യിൽ വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെറിയൊരു ഔട്ട്ലൈൻ തരുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ബിസിനസ് സ്കിൽസ് വൺ ക്യാൻ ഡെവലപ്പ്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് സ്കില്ലാണ്. നെറ്റ്വർക്കിംഗ് ഈസ് സോഷ്യൽ മാർക്കറ്റിംഗ്. നെറ്റ്വർക്കിംഗ് ഇൻവോൾവ്സ് അവർ സ്റ്റൈൽ ഓഫ് ഹൗ വി മീറ്റ്, ഗ്രീറ്റ് ആൻഡ് കീപ്പ് ഇൻ ടച്ച് വിത്ത് അവർ ബിസിനസ് കൊളീഗ്സ്. സോഷ്യൽ മാർക്കറ്റിംഗ് ആണ് നെറ്റ്വർക്കിംഗ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ നെറ്റ്വർക്കിംഗ് എന്തൊക്കെ ഇൻവോൾവ് ആണ്? നമ്മൾ എങ്ങനെ ആളുകളെ മീറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നു, അവരുമായിട്ട് എങ്ങനെ കീപ്പ് ഇൻ ടച്ച് എന്നാണ്, അവരുമായിട്ട് എങ്ങനെ നമ്മൾ സമ്പർക്കം പുലർത്തുന്നു എന്നൊക്കെയുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെറ്റ്വർക്കിംഗ് ഈസ് മീറ്റിംഗ് പീപ്പിൾ, ഗെറ്റിംഗ് ടു നോ ദം ആൻഡ് കീപ്പിംഗ് ഇൻ ടച്ച്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് നെറ്റ്വർക്കിംഗ്. ഒരിക്കലും ഇതിൻ്റെ പവർ നമ്മൾ കുറച്ച് കാണരുത്, ശക്തി കുറച്ച് കാണാൻ പാടില്ല. ഓക്കെ.
ദെൻ ബിസിനസ് കാർഡ് എറ്റിക്കറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. ബിസിനസ് കാർഡ് നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങിൽ, നിങ്ങളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, ബിസിനസ് ലൈഫിലൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ബിസിനസ് കാർഡ് എറ്റിക്കറ്റ് പറയുന്നത് ഡോണ്ട് ഗിവ് ഇറ്റ് ടു ദ സീനിയർ എക്സിക്യൂട്ടീവ്സ് യു മീറ്റ് അൺലെസ് ദേ ആസ്ക് ഫോർ ഇറ്റ്. അവർ ചോദിക്കുന്നത് വരെ, അവർ ചോദിച്ചാൽ മാത്രം നിങ്ങൾ കൊടുക്കുക, അല്ലാതെ ഒരിക്കലും ബിസിനസ് കാർഡ് നിങ്ങൾ അവർക്ക് കൊടുക്കരുത്. ദെൻ കാർഡ്സ് ആർ ഗിവൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ മീറ്റിംഗ്. വെൻ നെറ്റ്വർക്കിംഗ് ദ കാർഡ് ഇസ് നോട്ട് ഗിവൺ അറ്റ് ദ ബിഗിനിങ്. നെറ്റ്വർക്കിംഗ് നടത്തുമ്പോൾ ആദ്യം കാർഡ് കൊടുക്കേണ്ടതില്ല. ദെൻ അവോയ്ഡ് സ്കാറ്ററിങ് കാർഡ്സ് ഓൺ എ ടേബിൾ ഫോർ പീപ്പിൾ ടു പിക്ക് അപ്പ്. കോൺഫറൻസിൽ മറ്റുമൊക്കെ ആളുകൾക്ക് എടുത്തുകൊണ്ട് പോകാൻ കാർഡുകൾ ഇങ്ങനെ ടേബിളിൻ്റെ മേലെ വിതറിയിടുന്നത്, സ്കാറ്റർ ചെയ്തിടുന്നത് ശരിയല്ല. ദെൻ ഗിവ് യുവർ കാർഡ് വെൻ ആസ്ക്ഡ്. ചോദിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ കാർഡ് കൊടുക്കുക. ബി ഡിസേണിങ് അബൌട്ട് വെൻ ടു പേഴ്സണലൈസ് യുവർ കാർഡ്സ് ബൈ റൈറ്റിംഗ് ഓൺ ദം. കാർഡിൽ എഴുതുമ്പോൾ ശ്രദ്ധയോടെ വേണം അത് ചെയ്യാൻ. ദെൻ ഓൾവേസ് ക്യാരി ബിസിനസ് കാർഡ്സ് ആൻഡ് കീപ് ദം നീറ്റ്. ആസ്ക് ഫോർ സംവൺസ് കാർഡ് ഇഫ് യു വിഷ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം. ആരെങ്കിലും ആയിട്ട് ആശയവിനിമയം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ കാർഡ് ആവശ്യപ്പെടുക എന്നൊക്കെയാണ് ബിസിനസ് കാർഡ് എറ്റിക്കറ്റായിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു യു. വളരെ സിമ്പിളായിട്ടുള്ള, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ള, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ CV എഴുതാം, എങ്ങനെ ലെറ്റർ എഴുതാം, ഇൻഫോർമൽ ലെറ്ററിനെ കുറിച്ചും ഫോർമൽ ലെറ്ററിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. എങ്ങനെ ഇമെയിൽ ചെയ്യാം, ഇമെയിൽ റൈറ്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. എങ്ങനെ സമ്മറി എഴുതാം, മെമ്മോ എഴുതാം, അതിൻ്റെയൊക്കെ ബെനഫിറ്റ്സ് എന്താണ്, അത് ചെയ്യേണ്ട സിറ്റുവേഷൻസ്, ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻസ്, ഒരു ബ്ലോഗ് എങ്ങനെ ഉണ്ടാക്കാം, ബ്ലോഗ് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ്, അതേപോലെ ഫാക്സിനെ കുറിച്ച്, നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദെൻ ഇതിനെക്കുറിച്ചൊക്കെ എക്സാമിന് നിങ്ങൾ ചോദിക്കുമ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങളിങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നതിനേക്കാളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് അത് എഴുതുമ്പോൾ വളരെ നന്നായിരിക്കും. അങ്ങനെ നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ സ്റ്റഡി വെൽ, ബി ഹാപ്പി. താങ്ക് യു സോ മച്ച്.